നമസ്കാരം. പാകിസ്ഥാനിലെ ബാലക്കോട്ടടക്കം 3 കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. 21 മിനിറ്റ് നീണ്ട ഓപ്പറേഷനാണ് ഇന്ത്യൻ സേന ഇന്ന് നടത്തിയത്. 3 ഇടങ്ങളിലെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തു. ഇന്ത്യ ആദ്യ ആക്രമണം തുടങ്ങിയത് പുലർച്ചെ 3:45-നാണ്. 12 മിറാഷ് വിമാനങ്ങളാണ് ആക്രമണം നടത്തിയത്. കാർഗിൽ യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ മിറാഷ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നതും. പുലർച്ചെ 3:48 മുതൽ 3:53 വരെ മുസാഫർബാദിലെ ഭീകരവാദ ക്യാമ്പുകളിൽ ആക്രമണം നടത്തി. പുലർച്ചെ 3:58-ന് ചക്കോയിലെത്തിയ സംഘം 4:04 വരെ ആക്രമണം തുടരുകയായിരുന്നു. അവിടെ ഭീകര ക്യാമ്പുകളും തകർത്താണ് ഇന്ത്യൻ സൈന്യം മടങ്ങിയത്. ജവാന്മാരുടെ ജീവത്യാഗം വെറുതെയാവില്ലെന്ന് മോദി പറഞ്ഞത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഭീകര പരിശീലന കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തതെല്ലാം. ഫെബ്രുവരി 14-ന് ഉച്ചതിരിഞ്ഞ് നാമടങ്ങുന്ന ഇന്ത്യൻ ജനത കേട്ട വാർത്ത ഹൃദയത്തെ പിളർക്കുന്നതായിരുന്നു. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന ഭീരുത്വപരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ചാവേർ ആക്രമണത്തിലൂടെ ഇന്ത്യയുടെ 40 വീര ജവാന്മാരെയാണ് വിസ്മൃതിയിലാക്കിയത്. അന്ന് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിലെ ഓരോ പൗരനും പറയാൻ ആഗ്രഹിച്ച വാക്കുകൾ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്ക് തക്കതായ മറുപടി ലഭിച്ചിരിക്കും. അതുതന്നെയാണ് ഇന്ത്യൻ വ്യോമസേനയിലെ ചുണക്കുട്ടികൾ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നതും. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.